അസ്വദ് ഉള്ള മൂല, അതുകൊണ്ട് എന്താ പേര്? റുക്കുനുൽ അസ്വദ്. രണ്ടാമത്തെ മൂല റുക്കുനുൽ ഇറാഖ്. ഇറാഖുകാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോ അവർക്ക് കിട്ടുന്ന മൂല ആയതുകൊണ്ടാണ് എന്ത് പേര്? ഇറാഖിൽ നിന്ന് വരുന്ന ആൾക്കാരില്ലേ, അവര് കാബയിലേക്ക് വരുമ്പോ അവർക്ക് കിട്ടുന്ന മൂല ഏതാണ്? റുക്കുനുൽ ഇറാഖ്. ആ പേര് അതിൽ വെച്ചു, റുക്കുനുൽ ഇറാഖ്. മൂന്നാമത്തെ മൂല റുക്കുനുൽ ഷാം. ഷാമുകാരുടെ, ഷാം സിറിയ, സൂര്യ എന്നൊക്കെ പറയും. ഷാമുകാരുടെ ആ ഷാമിൽപ്പെട്ടതാണ്, സിറിയ ഒക്കെയിൽപ്പെട്ടതാണ്. അവരുടെ മൂലക്കാണ് എന്ത് പറയാ? റുക്കുനു ഷാം. മൂന്നാമത്തെ മൂലയുടെ പേര് ഇങ്ങനെ കണ്ണ് ചുമ്പിയിട്ട് ഒന്നാമത്തെ മൂല ഏതാന്ന് വെച്ചാൽ റുക്കുനുൽ അസ്വദ്, രണ്ടാമത്തെ മൂല റുക്കുനുൽ ഇറാഖ്, മൂന്നാമത്തെ മൂല റുക്കുനു ഷാം, നാലാമത്തെ മൂല. അമ്മ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിന് പോലെ നിങ്ങൾക്ക് ഒരു അസുഖമല്ലോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ കണ്ണും ചുമ്പിട്ട് പറയുമ്പോഴേ അത് പറഞ്ഞോട്ടെ. നാലാമത്തെ മൂല റുക്കുനുൽ യമൻ. ഏതാ? യമൻകാരുടെ, യമൻകാരുടെ മൂല. എത്ര മൂലായി? ഇനി മറക്കൂലല്ലോ? മറക്കൊക്കെ ചെയ്യും. ആദ്യം തന്നെ തീരുമാനിച്ചിട്ട് മറക്കൊക്കെ ചെയ്യും. മറക്കൂല എന്ന് തീരുമാനിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ഒരിക്കൽ പോയ ആളാണ് ഈ പറയുന്നത് മറക്കൊക്കെ ചെയ്യും. മറ്റൊരു പറയണ നമുക്ക് അത്ര ബെജറില്ല. ഒന്നാമത്തെ മൂല ഏതാ? റുക്കുനുൽ അസ്വദ്. രണ്ടാമത്തെ മൂല റുക്കുനുൽ ഇറാഖ്. മൂന്നാമത്തെ മൂല റുക്കുനുൽ ഷാം. നാലാമത്തെ മൂല റുക്കുനുൽ യമൻ. അപ്പോ റുക്കുനുൽ യമൻ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പോയില്ല ഇല്ല, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരു സന്തോഷമാണ് പറഞ്ഞു കൊടുത്ത് അതേപോലെ പറയാൻ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ നാലാമത്തെ മൂലയാണ് ഒന്നാമത്തെ മൂല കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള മൂല. മനസ്സിലായോ? ഈ നാല് മൂലയിലും ദുആക്കുത്തരം കിട്ടും. ദുആക്കുത്തരം കിട്ടാനാണല്ലോ ഞാൻ പറഞ്ഞത് അല്ലെ? ഇതാണ് സ്വർണത്തിന്റെ പാത്തി. സ്വർണത്തിന്റെ പാത്തി. കാബന്റെ മുകളില് മഴ പെയ്താൽ വെള്ളം പുറത്തു ചാടാൻ വെച്ചു കൊടുത്ത പാത്തിയാണ്. അതിന് പിൻകാലത്തുള്ള ഭരണാധികാരികൾ സ്വർണത്തിന്റെ പൂശിയിട്ട് സ്വർണപ്പാത്തിയാക്കി. ഈ സ്വർണപ്പാത്തിയുടെ ചുവട് നോക്കി, ഇതും കാബയിൽപ്പെട്ട സ്ഥലം. ഇതിന്റെ പേര് റുക്കുനുൽ ഹിജ്ർ ഇസ്മായിൽ. ഹിജ്ർ ഇസ്മായിൽ എന്താ? ഇസ്മായിൽ നബിയും ഹാജർ ബീവിയും താമസിച്ചിരുന്ന സ്ഥലമാണ് എവിടെ? ഈ ഹിജ്ർ ഇസ്മായിൽ. ഇസ്മായിൽ നബിയുടെ റൂം എന്നതിന്റെ അർത്ഥം പറഞ്ഞു മനസ്സിലായോ? ഒരഭിപ്രായം അനുസരിച്ചു അവരുടെ ഖബറും ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു. എവിടെ? ആരെ ഖബറ്? ഇസ്മായിൽ നബിയുടെ ഹാജർ ബീവിയുടെ. അപ്പൊ ഈ സ്ഥലത്തിന് വലിയ പൊരിഷൻ എന്താ? കാബന്റെ ഒരു ഭാഗമാണ്. എന്തത് ഇങ്ങനെ ആക്കി നിർത്തി ഇതേപോലെ കൊണ്ട് ഉയർത്തായിരുന്നേന്നൊരു തോന്നൽ. ഇത് ആയിഷ ബീവി സംശയം ചോദിച്ചു, അല്ല നബിയെ ഇതെന്താ ഇങ്ങനെ ഇത് പൊന്താത്തെന്താ? അന്ന് റസൂലുള്ളാഹി പറഞ്ഞൊരു മറുപടി, ആയിഷ അന്റെ ഖുറൈശികൾക്ക് പണം തികയാത്തത് കൊണ്ട് ഹലാലായ പണം കിട്ടിയില്ല. പള്ളിക്ക് ഹലാലായ പൈസ വേണം. അത് നിങ്ങൾ പള്ളി എടുക്കണ്ട. ഒരു സെന്റ് കായുണ്ട്, പലിശന്റെ പണം ഉണ്ട്, തന്നാൽ മേടിക്കോ? മേടിക്കാൻ പാടില്ലല്ലോ അല്ലെ? ഹലാലാണ് എന്ന് ബോധ്യമുള്ളതല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അല്ലെ? ഖുറൈശികൾക്ക് ഹലാലായ പൈസ കിട്ടാതെ വന്നപ്പോ ഈ ഭാഗം പൊക്കാതെ അവരവിടെ നിർത്തി. ഇന്നും ആ ഒരു ചര്യ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. എന്ത്? ഇന്നിപ്പോ അവർക്ക് പൈസ കഴിഞ്ഞിട്ടാണോ? ആണോ? മക്കയിലെ ഏറ്റവും വലിയ ടവറാണ് ക്ലോക്ക് ടവർ. നമുക്ക് പോയാൽ കാണാം. 7 കിലോമീറ്റർ ദൂരത്തേക്ക് അതിന്റെ മിനിറ്റ് സൂചി ഇങ്ങനെ വരുന്നത് കാണാം. അങ്ങനെ വല്ല ക്ലോക്കും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അടുത്ത് അകത്തേക്ക് നോക്കിയാൽ ലൈറ്റ് എത്തിച്ചാൽ തന്നെ ചിലർക്ക് കാണില്ല. ഇവിടെ നിൽക്കും ഈ മീറ്റർ ഒരു മീറ്റർ അല്ല ഒരു 10 മീറ്റർ ദൂരം പോലും ഇല്ലാത്ത സ്ഥലത്ത്. ആ സ്ഥലത്ത് നമ്മൾ മക്കയിലേക്ക് ഇങ്ങനെ വരുമ്പോ ക്ലോക്ക് ടവറിന്റെ ക്ലോക്ക് ഇങ്ങനെ നോക്കിയാൽ 7 കിലോമീറ്റർ ദൂരത്തേക്ക് തന്നെ അതിന്റെ സൂചി ഇങ്ങനെ കറന്ന് കാണാൻ പറ്റും. അത്ര വലുപ്പമുള്ള ക്ലോക്ക് ടവർ
ആര് അബ്ദുൽ അസീസ് രാജാവ് ഉണ്ടാക്കിയിട്ട് അയാളെ കുടുംബത്തിന്റെ ചെലവ് ചെയ്യാനില്ല, ഹറമൈനി ഷരീഫൈനിന്റെ ചെലവിലേക്കാണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ പണമുള്ള ഈ ഭരണകൂടം പോലും ഇത് പൊക്കാത്തത് എന്താ? അന്ന് ഖുറൈശികൾ ചെയ്തില്ല, അവർക്ക് ഹലാലായ പൈസ കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മളൊരു പാഠം പഠിപ്പിക്കാനാണ്. എന്ത്? ഹലാലായ പൈസ കൊണ്ടല്ലാതെ ഇവിടെ വരരുത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അല്ലെ അവർക്ക് അത് പൊക്കിക്കൂടെ? ഏതോ ഒരു ഭരണാധികാരി ഇതുവരെ പൊക്കിയതരെ, പക്ഷെ പിന്നെ വന്ന ഭരണാധികാരി അത് പൊളിച്ചിരുന്നു. ഖുറൈശികൾ എടുത്ത മാതിരി മതി. എന്താ കാരണം? ഹലാലായ പൈസ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് വരണ്ടേ ഉള്ളൂ എന്നുള്ളൊരു സൂചന കൂടി ഇതിലുണ്ട്. അപ്പോ ഇതും കാബയിൽപ്പെട്ട സ്ഥലമാണ്. അതെങ്ങനെ ബോധ്യായത്? ആയിഷ ബീവി കാബന്റെ എത്ര ഡോറുണ്ട്? ആകെ ഒരു ഡോർ. അതപ്പുറത്തേക്ക് കാണിച്ചതില്ലേ 2 ഡോർ ഉണ്ടായിരുന്നു, ഇപ്പുറത്തുണ്ടായിരുന്നു. അതേ അളവിൽ ഇവിടെയും ഡോർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഡോർ അടക്കപ്പെട്ടു. ഒറ്റ ഡോറേ ഉള്ളൂ. ഇവിടെ പോയാൽ കാബയ്ക്ക് എത്ര ഡോർ ഉണ്ടാവും? ഒറ്റ ഡോർ. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും അടക്കപ്പെട്ടൊക്കെയാണ്. കാബ കഴുകൽ സമയത്തൊക്കെയാണ്, ഹജ്ജിന്റെ സീസണിൽ കാബന്റെ ഉള്ളു കഴുകും, റമദാനിൽ കഴുകും, ഹജ്ജ് കഴിഞ്ഞാലൊന്ന് കഴുകും. മനസ്സിലായില്ലേ? ഈ കാബ കഴുകൽ ചടങ്ങിന് വേണ്ടി ലോകത്തെ പല ആളുകളെയും VVIP ക്ഷണിക്കും. അങ്ങനെ ഉള്ളിലേക്ക് കടക്കാൻ തൗഫീഖ് കിട്ടിയ ഇന്ത്യക്കാരായ കുറച്ച് ആളുകളെ ഉള്ളൂ. ഒന്ന് യൂസുഫ് അലിക്ക് തൗഫീഖ് കിട്ടി, അഹമ്മദ് സാഹിബ്, AP ഉസ്താദ്, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ തൗഫീഖ് കിട്ടിയിരുന്നു. അത് വലിയ തൗഫീഖാണ്. നമ്മക്കൊക്കെ തൗഫീഖ്, നമ്മൾ സാധാരണക്കാർ, VVIP അല്ല VIP അല്ല ഒന്നുമല്ല, ആണോ? പക്ഷെ നമുക്കും തൗഫീഖ് കിട്ടും. എന്ത്? ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള തൗഫീഖ്. ഹിജ്റത്തുമായി അതെങ്ങനെ മനസ്സിലായി? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എനിക്ക് കാബന്റെ ഉള്ളിൽ ഒന്ന് നിസ്കരിക്കണമോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങള് ആയിഷ ബീവിനെ കൂട്ടി കൊടുത്തിട്ട് ഇവിടെ നിസ്കരിപ്പിച്ചു. എവിടെ? ഹിജ്റത്തുമായി. എന്നിട്ട് പറഞ്ഞു, ആദാ കാബത്തുല്ലാഹ്, ഇത് കാബന്റെ ഉള്ളാണ്, അള്ളാന്റെ കാബ. കാബന്റെ ഉൾഭാഗം. അപ്പൊ ആയിഷ ബീവി നമ്മളെ പഠിപ്പിച്ച സംഭവം എന്താ? ഹിജ്റത്തുമായി നിസ്കരിച്ചാൽ, കാബന്റെ ഉള്ളിൽ നിസ്കരിച്ച ഗുണം കിട്ടി. കണ്ടോ? ഇവിടെ ദുആക്കുത്തറുണ്ട്. ദുആക്കുത്തറുള്ള സ്ഥലമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിങ്ങനെ ദ്വാരക്കുകയാണ്. കരഞ്ഞു ദ്വാരക്കുക. എന്ത്? അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്, സ്വർഗ്ഗം തരണേ അല്ലാഹ്. റസൂലുള്ളാഹി കേട്ടു വന്നു, ഉസ്മാനെ ഉസ്മാനെ പുറം തട്ടി വിളിച്ചു. ആൾക്കൊരു ബോധമില്ല. സ്വർഗം ചോദിക്കുക. ആരപ്പ ചോദിക്കുന്നത്? അന്തഫിൽ ജന്ന, ഈ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി നേരത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 10 ആളുകളെ സ്വർഗ്ഗക്കാരാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞില്ലേ? അല്ലേ? അശ്റത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഇതിന്റെ ചുവട്ടിൽ എന്നിട്ട് എന്ത് ചോദിക്കുന്നു? ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും. എന്ത് ചോദിക്കണേ? എന്ത് ചോദിക്കണേ? സ്വർഗം ചോദിക്കുന്നു. അല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി ബാക്കിൽ നിന്ന് തട്ടിയിട്ട് ചോദിക്കുകയാണ്, ഉസ്മാനെ സ്വർഗത്തിൽ ഇരുന്നിട്ടാണോ സ്വർഗം ചോദിക്കുന്നത്? അപ്പൊ നമുക്കൊരു കാര്യം ബോധ്യായി. എന്താ? ഇവിടെ സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ് ഭൂമിയിലെ സ്വർഗം. ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ ഭൂമിയിലെ സ്വർഗമാണ്. അവിടെ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ 2 മൂല ഹിജ്ർ ഇസ്മായില് സ്വർണത്തിന്റെ പാത്തി ചുവട്, 3ാമത്തെ മൂല റുക്കുൽ ഷാം, 4ാമത്തെ മൂല റുക്കുൽ യമൻ. ഈ റുക്കുൽ യമനും ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. എന്താ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഹജ്ജിന് വന്ന് ഉംറക്ക് വന്ന് കഅബ തവാഫ് ചെയ്യുന്ന ആളുകളെ അവരുടെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി 70,000 മലക്കുകൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് റുക്കുനുൽ യമൻ.